മൂന്നാമത്തതായി, നിങ്ങൾ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക. ഈ അവസാനത്തെ പത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. മനോഹരമായ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ചയാണ്, നീ വിട്ടുവീഴ്ചയാണ്, വിട്ടുവീഴ്ചയുടെ പ്രതീകമാണ്, വിട്ടുവീഴ്ചയുടെ ആകത്തുകയാണ് നീ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ. നീ നിനക്ക് വേണ്ടി വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നു, നീ മനുഷ്യർ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നാ, ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാറുണ്ടോ? ചില പള്ളികളിൽ നിന്ന് 4 റകഅത്ത് കഴിയുമ്പോഴൊക്കെ ഈ പ്രാർത്ഥന ആവർത്തിക്കും. നിങ്ങൾ അതിനോടൊപ്പം ചെല്ലാറുണ്ടോ? ഖുനൂത്ത് ഓതുന്ന പള്ളികളിൽ നിന്ന് ഖുനൂത്തിന്റെ ഭാഗമായി ഇത് ആവർത്തിക്കും. നിങ്ങൾ അപ്പോൾ ആമീൻ പറയാറുണ്ടോ? നിങ്ങൾ സ്വയം ഈ പ്രാർത്ഥന ചെല്ലാറുണ്ടോ? ഉണ്ടോ? ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അങ്ങനെ ചെല്ലാൻ ധാർമ്മികമായ അവകാശമുള്ളവർ നിങ്ങളിൽ എത്ര പേരുണ്ട്? നമ്മിൽ എത്ര പേരുണ്ട്? നാം പുനരാലോചന നടത്തണം. നമ്മുടെ സഹോദരനുമായുള്ള ചെറിയ ഒരു തർക്കത്തിൽ വിട്ടുവീഴ്ചക്ക് നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാരനുമായിട്ടുള്ള ചെറിയൊരു തർക്കത്തിൽ വിട്ടുവീഴ്ചക്ക് നിങ്ങൾ തയ്യാറുണ്ടോ? ഒരടി വരുന്ന ഒരതിർത്തി തർക്കത്തിൽ വിട്ടുവീഴ്ചക്ക് നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ അത് വിട്ടേച്ചുകൊണ്ട് അങ്ങോട്ട് ബന്ധം പുലർത്താൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ സമസൃഷ്ടങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കാതെ നിങ്ങൾക്കെങ്ങനെയാണ് അല്ലാഹുവിനോട് വിട്ടുവീഴ്ചക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്? റമദാനിൽ അവശേഷിക്കുന്ന നാളുകൾ മനുഷ്യരോട് വിട്ടുവീഴ്ച ചെയ്യുന്ന നാളുകളാകട്ടെ, അഭിപ്രായ വ്യത്യാസങ്ങൾ കുഴിച്ചു മൂടുന്ന നാളുകളാകട്ടെ, വേലിത്തർക്കങ്ങൾ അവസാനിപ്പിക്കുന്ന നാളുകളാകട്ടെ, കുടുംബ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്ന നാളുകളാകട്ടെ. ഭാര്യ ഭർത്താവിനോട് വിട്ടുവീഴ്ച ചെയ്യട്ടെ, ഭർത്താവ് ഭാര്യയോട് വിട്ടുവീഴ്ച ചെയ്യട്ടെ, അനുജൻ ജ്യേഷ്ഠനോട് വിട്ടുവീഴ്ച ചെയ്യട്ടെ, മക്കൾ മാതാപിതാക്കളോട് വിട്ടുവീഴ്ച ചെയ്യട്ടെ, മാതാപിതാക്കൾ മക്കളോട് വിട്ടുവീഴ്ച ചെയ്യട്ടെ. വിട്ടുവീഴ്ച ചെയ്യുന്നതിന്റെ ഒരു മഹാപ്രളയം സൃഷ്ടിക്കുക. ആ പ്രളയത്തിൽ സ്വന്തം മനസ്സിന് ആശ്വാസം നേടിയെടുക്കുക, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുക, അല്ലാഹുവിന്റെ വിട്ടുവീഴ്ചക്ക് പാത്രമായി തീരുക. അവസാനത്തെ പതിൽ വെറുതെയല്ല ഈ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അല്ലാഹുവുമായി ബന്ധം പുലർത്തുന്നത് പോലെ തന്നെ അല്ലാഹുവിന്റെ സൃഷ്ടികളോടുകൂടി ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ഒരു ബന്ധം. രണ്ടാമത്തെ ബന്ധം അവരുടെ പ്രയാസങ്ങൾ കണ്ടറിയുന്നതാണ്, അവർക്ക് സാന്ത്വനമേകുന്നതാണ്, അവർക്ക് സഹായം നൽകുന്നതാണ്, അവർക്ക് സംഭാവനകൾ അർപ്പിക്കുന്നതിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വളരെ സുഭിക്ഷതയോടുകൂടി ജീവിക്കുന്ന ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ ഈ ദിനം എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല. യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല. ഹോർമസ് കടലിടുക്ക് വളരെ ഒരു അപകടപാതയായി തീർന്നിരിക്കുകയാണ്. ചരക്കുകളുടെ പോക്കും വരവും നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ വീട്ടിൽ പോലും ഗ്യാസ് കിട്ടുന്നത് പ്രയാസകരമായി തീരുകയാണ്. നമ്മുടെ കുട്ടികൾ ഗൾഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് എത്ര കാലം ആ GCC രാഷ്ട്രങ്ങളുടെ മണലാരണ്യത്തിൽ ജീവിക്കാൻ ആവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ കിട്ടും എന്നറിയുകയില്ല. എല്ലാം പുറത്തുനിന്ന് വേണം. അവിടുത്തെ കച്ചവടം എത്ര കാലം നിലനിൽക്കും, അവിടുത്തെ ജോലി എത്ര കാലം നിലനിൽക്കുമെന്നറിയുകയില്ല. അത് കെട്ടുപോയാൽ ഇവിടെയും പ്രകാശമണിയും. അവിടെ വറ്റിപ്പോയാൽ നമ്മുടെ ടാങ്കിലും വറ്റും. നമ്മുടെ ടാങ്കിൽ വറ്റിയാൽ നമ്മുടെ ടാപ്പിലും വറ്റും. അങ്ങനെ ഒരവസ്ഥയെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ മുസ്ലിം രാജ്യങ്ങളെയും ലോകരാജ്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാദുരന്തങ്ങളിൽ നിന്നും, മഹാപട്ടിണിയിൽ നിന്നും, മഹാദാരിദ്ര്യത്തിൽ നിന്നും, മഹാ അന്ധകാരങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാജ്യങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ.